അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തും ഇവർക്കൊക്കെ ഇത്രയും ആൾക്കാർ കാണാനും ഇതൊക്കെ വാച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ പ്രമോഷൻ വിളിക്കാനും ഒരു കാര്യം ചെയ്യണമെന്ന് ഇവന്മാരൊക്കെ വന്ന് പ്രമോഷൻ ചെയ്യണതോ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യണതോ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും ഒരു മനുഷ്യന്മാർ കയറുന്നു. കാരണം സാധാരണക്കാർ കയറിയിട്ടാണ് ഈ വക കാര്യങ്ങൾ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇവരുടെ പേരിലുള്ള ഈ പ്രമോഷന് കടക്കാരും വേണ്ടാന്ന് വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കാശ് കിട്ടി കണ്ടപ്പോഴേ എന്ത് തെറി പറഞ്ഞിട്ടായാലും എന്ത് ആഭാസം കാണിച്ചിട്ടായാലും അവർക്ക് റീച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായി. പിന്നെ ഈ പറയണ കേട്ടില്ലേ മയക്കുമരുന്ന്, അതായത് നമ്മൾ പുറമെന്ന് കാണുന്ന പല കാര്യങ്ങളും അതിപ്പോൾ എന്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ ഈ പുറമെന്ന് കാണുന്ന സുഖമൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇവന്മാർ ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ പലതും വെച്ച് കൂട്ടിലും അവനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള 100% ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരന്മാരായിരിക്കുമ്പോൾ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പല സംഭവങ്ങളും ഇവരെടുത്തിട്ട് വളരെ, അതായത് ഇപ്പോൾ അലക്കി കൊണ്ടുവന്നിടാൻ പറയണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവരെടുത്തിട്ട് ഭയങ്കര സംഭവമായിട്ട് പറയണത്, അല്ലെങ്കിൽ ഈ കൂട്ടുകാരന്മാർ നമുക്ക് കൂടുമ്പോൾ പലപ്പോഴും പറയുന്ന പല കാര്യങ്ങളും അവർ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടത്. എന്നിട്ട് മറ്റേ പോസ്കോ കേസ് ആ കേസ് ഈ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര സംഭവമാക്കണം. പക്ഷെ ഈ പറയണ ഐറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിലവാരം അല്ലെങ്കിൽ അവരെ ഒരു ഇത് കൾച്ചർ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടുപേരും തെറ്റ് പറയാനൊന്നും പറ്റില്ല. മറ്റോന് ഇതിലും വലുതായിരുന്നു പണ്ട്, പിന്നെ റീച്ച് കിട്ടി കയറി വന്ന് കുറച്ച് ഫെയിം ആയപ്പോൾ പിന്നെ അവനൊന്ന് നിർത്തിയതാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇവർ തമ്മിൽ പറയുന്നതും കേൾക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം ഈ പറഞ്ഞില്ല കള്ളായി കഴിഞ്ഞാൽ ഈ കള്ളും മയക്കുമരുന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ ഇവരെ വായെന്ന് ഇവരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മയക്കുമരുന്നിനേലും കള്ളിനേലും മാരകണം ആ സാധനം. അത് എന്നിട്ട് അത് കേട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേർ ഇവർ എന്ത് ഹീറോയിസ് ഉണ്ട് അല്ലെങ്കിൽ എന്ത് കഴിവുണ്ടായിട്ടുണ്ട് ഇവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ പെണ്ണ് പറഞ്ഞല്ലേ നിങ്ങൾക്കൊക്കെ എന്ത് കഴിവുണ്ടാ, നമ്മൾ കഴിവുണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവമായിട്ടോ അല്ലട്ടാ. പക്ഷെ ഇവർ തെറി പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെന്തോ വലിയ സെലിബ്രിറ്റികളിൽ ഞങ്ങളെന്തോ അങ്ങനെ കുറേ സെലിബ്രിറ്റീസാണ് നമ്മളായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പലർക്കും. അതാണ് രസം. നമ്മളായിട്ട് പല ആൾക്കാർക്കും നമ്മൾ ഇതേപോലുള്ള വൃത്തിയായിട്ട് സെലിബ്രിറ്റി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ല ഇപ്പം ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് 90% ആൾക്കാരുടെയും എന്താ പറയുക ആ ഒരു ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ്. അതേപോലെ തന്നെ കയറി വന്നിട്ടുള്ള ഇവന്മാരും. പക്ഷേ ഇത് വളരെ ഓവറായി. ഇപ്പോൾ ഓൾറെഡി ഇവർക്ക് കേസ് വന്നിട്ടുണ്ട്, അന്വേഷണം. ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് കുടഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു അറ്റത്തേക്കുള്ള മെയിൻ സംഭവങ്ങളായി തീരും ചിലപ്പോൾ ഇവരൊക്കെ പറച്ചിൽ കേട്ടിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊടുക്കാൻ വേണ്ടി ഇവൻ പറയണത് ചിലപ്പോൾ അതിൽ ഇപ്പോൾ ഒരു 100% ചിലപ്പോൾ ഒരു 50% ഉള്ളതായിരിക്കും. അപ്പോൾ 50% പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ വേരിറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവർ ഈ പറയണത്. കാരണം ഇവർ ഭയങ്കര സെലിബ്രിറ്റികളല്ലേ, അപ്പോൾ ഒരു ചില്ലറക്കാരുമായിട്ട് ഇടപാടുണ്ടാവില്ല, ഡയറക്റ്റ് ആയിരിക്കും